കൂടുതൽ ജനങ്ങളും യഥാർത്ഥത്തിൽ അവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാതെ സ്വന്തം ജീവിതത്തിലേക്ക് ദുഃഖത്തെ തിരഞ്ഞെടുക്കുന്നു. അതെങ്ങനെയാണെന്നല്ലേ? ഇനി പറയുന്ന ആശയങ്ങളെ സൽക്കരിക്കുന്നതിലൂടെയാണ് ആളുകൾ സ്വന്തം ജീവിതത്തിലേക്ക് ദുഃഖത്തെ സ്വീകരിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നാം എല്ലാവരും രാവിലെ എഴുന്നേറ്റ് പറയുന്നതോ അല്ലെങ്കിൽ മനസ്സിൽ ചിന്തിക്കുന്നതോ ആയ കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഉദാഹരണത്തിന്, ഇന്ന് കറുത്ത ദിവസമാണ്. ഇന്ന് എന്ത് ചെയ്താലും തെറ്റായി പോകും. ഞാൻ വിജയിക്കാൻ പോകുന്നില്ല. എല്ലാവരും എനിക്കെതിരെ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. എന്റെ ബിസിനസ് മോശമാണ്. ഇനിയും അത് കൂടുതൽ മോശമാകും. ഞാൻ എല്ലാ കാര്യത്തിലും മോശമാണ്. എനിക്ക് ചുറ്റിലുമുള്ള ആളുകൾക്ക് എല്ലാം സാധിക്കുന്നു. എനിക്ക് മാത്രം ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. രാവിലെ ഉണരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു മനോഭാവമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അനുഭവത്തിലാക്കും. നിങ്ങൾ സന്തോഷമില്ലാത്തവനാകും. അതായത് നിങ്ങൾ കൂടുതലായി എന്താണോ ചിന്തിക്കുന്നത് ആ അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. 19-ാം നൂറ്റാണ്ടിലെ അമേരിക്കൻ ദാർശനികരിൽ മുൻനിരക്കാരനായിരുന്ന റാൽഫ് വാൾഡോ എമേഴ്സൺ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഒരു മനുഷ്യൻ ദിവസം മുഴുവൻ എന്താണോ ചിന്തിക്കുന്നത് അതാകുന്നു. അതായത് നിങ്ങൾ പോസിറ്റീവായ കാര്യങ്ങൾ കൂടുതലായി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം കൂടുതൽ ഐശ്വര്യപ്രദമാകുകയും നിങ്ങൾ നെഗറ്റീവായ കാര്യങ്ങൾ കൂടുതലായി ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാകുകയും ചെയ്യുന്നു. നിങ്ങൾ കേട്ടിട്ടില്ലേ, തുടക്കം നന്നായാൽ ഒടുക്കവും നന്നാവും. ഓരോ ദിവസത്തിന്റെ ആരംഭം ശുഭാപ്തി വിശ്വാസത്തോടെ സന്തോഷമായി തുടങ്ങൂ. ആ ദിവസം നിങ്ങൾക്ക് മികച്ചതായിരിക്കും. ഇത് ഒരു ദിവസത്തെ ഒരു പ്രക്രിയയായി ഒതുക്കരുത്. ഈ ഒരു കാര്യം തുടർച്ചയായി ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ ജീവിതം വിജയപ്രദമാകുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഈ രീതിയിൽ ചിന്തകളിൽ സന്തോഷം നിറച്ച് ജീവിതം ഐശ്വര്യപ്രദമാക്കുവാൻ എല്ലാവർക്കും സാധിക്കട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ.